ഹലോ ഹലോ. ആ എന്നാടാ? എടാ പോലീസുകാരൻ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എടാ കേൾക്കാൻ വയ്യ, റേഞ്ചില്ലേ? ആ കേൾക്കുന്നുണ്ട് പറ. ആ എടാ പലിശക്കാരൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. എന്റെ ദൈവമേ. എടാ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ ആ വള്ളിയുടെ തലേ വെക്കരുതെന്ന്. ആ ഇനി എന്നാ വരുന്ന വെച്ചാൽ അനുഭവിച്ചോ, ഞാൻ പണിക്ക് പോവുക. എടാ കട്ട് ചെയ്ത്. ഓ എന്റെ ദൈവമേ, ഈ പൈസ കടന്നവരൊക്കെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കും? ഇതിപ്പോ ഇടിവെട്ടിയവരെ തലേ പാമ്പ് കടിച്ച അവസ്ഥയായി പോയല്ലോ. പാമ്പ് ഒരു വഴിയുണ്ട്. അയ്യോ പാമ്പേ! അമ്മച്ചാണ് ഒരു തുള്ളി പോലും ഞാൻ അടിച്ചിട്ടില്ല. അതല്ലെന്ന് പരിക്കകത്ത് പാമ്പ് കയറിയിട്ട് ഓടിക്കോളെ. എസ്കേപ്പ് അടിക്കാൻ നോക്കുന്നോടാ. ഇങ്ങോട്ട് വാടാ നീ. എനിക്ക് തരാനുള്ള പൈസ നീ ഇന്ന് തന്നിട്ട് പോയാ മതി. പാമ്പ് പരിക്കകത്ത് കയറി ഇരിക്കുവാന്ന്. പാമ്പ് ഇതിന്റെ എത്രാത്താണോ വാടാ? അപ്പൊ അഞ്ചാമത്തെ ആറാമത്തെ കണ്ട. എടാ പൈസയുടെ അടവിന്റെ കാര്യമല്ലേ ഞാൻ ചോദിച്ചത്. അതല്ലെന്ന്, ഇത് എന്റെ അഞ്ചാമത്തെ ആറാമത്തെ അടവാന്ന്. നീ എന്റെ പൈസ വരെയൊക്കെ എടുത്ത് കാണാം. എന്റെ പെണ്ണുമ്പോൾ അവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് പാമ്പിനെ കണ്ട. സത്യമാന്ന്. അവളെ പാമ്പിനെ കണ്ടോടനെ ഇറങ്ങി അങ്ങ് ഓടിയെന്ന്. എന്നെ പാമ്പിനെ പിടിക്കുന്നില്ലേ? ഇനിയിപ്പൊ എന്നാ കാണാനോ പാമ്പ്? അതിനൊക്കെ നമ്മൾ എന്തോരം കണ്ടിട്ടുള്ളതാ. മര്യാദക്ക് പൈസ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ വേണം കയറി എടുക്കാം. എന്നാ ചെന്ന് കയറിക്കോടു. ആ ഞാൻ എടുക്കൂടാ. കടി കിട്ടുവേ. അല്ലടാ പാമ്പ് അവിടെ ബജ്ജിക്കട ഇട്ടിട്ടുണ്ട്. ആ കേറിയേക്കുന്ന 8 അടി മൂർഖനാണ്. 8 അടി മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ 8 അടി വെക്കുമ്പോ തന്നെ മരിച്ചു വീഴുന്ന. അല്ലെങ്കിൽ ഞാനെന്തിനാ കടി കൊള്ളുന്നേ? എടാ നിന്റെ വീട് നിന്റെ പാമ്പ് എന്റെ പൈസ. എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ പറ്റത്തുള്ളൂ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കും, ഒരാഴ്ച കഴിയുമ്പോ പൈസ ഞാൻ എടുത്തങ്ങ് തരാം. ഒരാഴ്ചയോ? പിന്നെ പാമ്പ കയറിയിരിക്കുന്നത് ഒരു സാവകാശമൊക്കെ വേണോ? ഞാൻ എടുത്ത് തരാന്ന്. അത് വേണ്ട, നീ പാമ്പിനെ പിടിക്കാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. പാമ്പിനെ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരാളുണ്ട്, ഞാൻ അവനെ വിളിച്ചോളാം. ഹലോ ഹലോ. നീ എവിടെയാണോ? എടാ ഞാൻ ജംഗ്ഷനിലുണ്ടോ? ജംഗ്ഷനിലുണ്ടോ? നല്ല കാര്യം. ഈ നാഗരാജന്റെ വീട്ടിൽ പാമ്പ് കയറി. നീ ഇങ്ങോട്ട് വേമ്പ. പാമ്പോ? ഞാൻ ഇപ്പൊ വരാം. ഈ ആവശ്യമില്ലാത്തവരെയൊക്കെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. ആവശ്യം എന്റെ ആയി പോയില്ലേ? നിനക്ക് ഈ വരാൻ പോകുന്നവൻ ആരാന്ന് നിനക്ക് അറിയാവോ? ആരാ? മൂർഖമ്പാമ്പിന്റെ കൂടെ തല വെച്ച് കിടന്ന് ഉറങ്ങുന്നവനാവൻ. അയ്യോ, മൂർഖമ്പാമ്പിന്റെ കൂടെ തല വെച്ച് കഴിഞ്ഞാൽ പാമ്പ് തല കൊത്തത്തില്ലേ? എടാ മൂർഖമ്പാമ്പിന്റെ കൂടെയിൽ തല വെച്ച് കിടന്നുറങ്ങുന്നവനാണെന്ന്. മാത്രമല്ല 10 വിടർത്തിയ പാമ്പിനെ കയ്യിലിട്ട് അമ്മാനെ പാടുന്നവനാണവൻ. ഇയാളുടെ നാളെന്തുവാ? നാളായില്ല. ആയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് നാളെ തന്നെ അയാളുടെ ജനിച്ച സമയവും ഡേറ്റും മേടിച്ചിട്ട് നമുക്ക് നാളെ തന്നെ ഒരു കണിയാനെ കണ്ട് നമുക്ക് നാളെ ഫിക്സ് ചെയ്യാം. അതല്ലെന്ന്, പിന്നെ നാളായില്ലാണെന്ന്. ആയില്ലയോ? പിന്നെ അത് മാത്രമല്ല, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷവർക്കിക്കുന്ന ഒരു വിഷകാരിയാണവൻ. എന്നാ പിന്നെ നമുക്ക് ഇവിടെ എല്ലാം വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. വർത്താനം പറഞ്ഞു വന്നിട്ടാണോ? പോയി പാമ്പിനെ പിടിക്കാൻ വന്ന പാടാ. പാമ്പിനെ പിടിക്കാനൊന്നും പറ്റത്തില്ല. ആരാ കണ്ടേ? നീയാണോ കണ്ടേ? വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ? ന്യൂസ് ചാനലിൽ നിന്ന് വന്നാണോ അത് പാമ്പിനെ പിടിക്കാൻ വന്നോ? ഞാൻ ന്യൂസ് പിടിക്കല്ലേ, പാമ്പിനെ പിടിക്കാൻ. രണ്ടിനോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ആ രാഘവന്റെ വീട്ടിൽ പോയി പൈസ മേടിച്ചോണ്ട് വരുമ്പോഴേക്കും പാമ്പിനെ പിടിച്ച് കൈ വെച്ചില്ലെങ്കിലുണ്ടല്ലോ എന്റെ വിവരം അറിയും ഞാൻ. എന്റെ പൈസ കിട്ടണം. എടാ അങ്ങനെ സ്വഭാവത്തിനൊക്കെ അറിയാലോ. ഈ വീടാതിരിക്കുന്ന പാമ്പിനെ കണ്ട് ഭയങ്കര വിഷമാ പോയത്. നമുക്ക് പാമ്പിനെ പിടിക്കാം. എന്തുവാണേ കാണിക്കുന്നേ? പാമ്പിനെ പിടിക്കാൻ വന്നിട്ട് നീ പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുവാടാ. നമുക്ക് അടിക്കാന്ന്. അടിക്കാനോ? ഈ പോക്കത്തെ കാണിച്ച് തന്നെ അടിക്കണം, നിന്നെ കൊല്ലണം. അതല്ല, നമുക്കൊരു സ്മോൾ അടിക്കാന്ന്. സ്മോൾ അടിക്കാനോ? അതൊക്കെ എന്റെ എത്തിസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അന്നൊരു കാര്യം ചെയ്യും, എന്റെ അളിയൻ മിലിറ്ററിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്, സ്കോച്ചാണ്. അടിക്കുന്നെങ്കിലേ അടിക്കണ്ട. വേണ്ട സ്കോച്ചോ? സ്കോച്ച് ആണെങ്കിൽ അടിക്കാം. അപ്പൊ നിങ്ങളുടെ എത്തിക്സ്? ഞാൻ സ്കോച്ച് അടിക്കുമ്പോ എത്തിക്സ് ഒന്നും നോക്കാറില്ല. അങ്ങനെ പറ. ഇത് നോക്കി, പാമ്പിനെ പിടിക്കാം, കോച്ച് പഠിക്കാം. പാമ്പിനെ പിടിക്കാം, കോച്ച് പഠിക്കാം. ഇങ്ങനെ പിടിക്കുക, ഒരൊറ്റ പിടിക്ക് പിടിക്കുക. ഓ വെള്ളമൊക്കെ വിഷമാന്നേ. നല്ല കത്തല്. ഇതെന്തോ ഈ കാണിക്കുന്നത്? ഞാൻ 2 ചെറുതടിച്ചു ഞാൻ പിന്നെ പാമ്പാണ്.
ഇനി നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, മാമൻ പറഞ്ഞുതരാം കേട്ടോ. ആണോ? അണ്ണാ, എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? പാമ്പ് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം. പാമ്പിനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പം അറിയാതെ പാമ്പെങ്ങാനും കൊത്താൻ വരികയാണെങ്കിൽ ഇറങ്ങി ഓടേണ്ട വഴി നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചു വെക്കണം. അപ്പൊ ഇത്രയും പതി പാമ്പിനെ പിടിക്കാൻ പോരാ, രണ്ട് പ്രത്യേകതരം പാമ്പുകളുണ്ട്, അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ഏതാ? നീർക്കോലി, അണലി. അതെന്ത് പറ്റി? അവിടെ ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്ന പാമ്പുകളില്ലേടാ? പിന്നെ ചൈനന്ന് വന്നു. അവിടെ നിനക്ക് അറിയത്തില്ലേ? ബ്രൂസ്ലി, ജെറ്റ്ലി, നീർക്കോലി, അണലി. ഈ ചൈനക്കാരുടെയൊക്കെ പേരിന്റെ അവസാനം മൊത്തം ലീയാടാ. അതുകൂടാതെ ഇൻഷലുള്ള പാമ്പുകളും ഉണ്ടേ. ഇഞ്ചുള്ള പാമ്പോ? പിന്നെ അതേത് പാമ്പ്? ഇഞ്ചുള്ള പാമ്പ്? മൂർഖൻ, ചങ്കുവരയൻ, മോതിരവളയൻ. അതെങ്ങനെ? ഇതിന്റെയൊക്കെ അവസാനം എന്നാ? എന്നാ? എടാ ഈ എന്നാന്ന്. ഓ, എന്നാന്ന് ഇപ്പഴാ മനസ്സിലായി. എന്നാ നമുക്ക് പാമ്പിനെ പിടിക്കാം. അതെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നോക്കിയേ, ഈ പാമ്പ് പടം പൊഴിക്കാന്ന് പറയത്തില്ലേ? ഈ ശരിക്കും ഈ പാമ്പ് പടം പൊഴിക്കുവോ? എന്റെ പൊന്നുമോനെ, പാമ്പ് പടം പൊളിക്കത്തില്ല. ഇവിടുത്തെ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുണ്ട്. അമ്മ രാവിലെ കെട്ടിയെടുത്ത് തിയേറ്ററിലേക്ക് കയറും. എന്നിട്ട് പറയും ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല, സെക്കൻഡ് ഹാഫിന്റെ പഞ്ച് പോരാ, ടൈറ്റിൽ ചെറുതായി പോയി, ക്ലൈമാക്സ് പണ്ടാരണങ്ങി പോയി. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരാണ് പടം പൊളിക്കുന്നത്. പാമ്പ് പടം പൊളിക്കോ? ആ പടം പൊളിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ പാമ്പിന് തൊലി ഉരുന്ന കാര്യം. ഒലിയിരുന്ന കാര്യമോ? ഈ പാമ്പിനെ പിടിച്ചേച്ച് പുറത്തേക്ക് ഇറക്കുമ്പോ നാട്ടുകാരുടെ വർത്താനം കേൾക്കണം, നമ്മുടെ തൊലിയാണ് ഉരിഞ്ഞു. ഈ ഓരോ ജീവികളെ എടുത്ത് വെക്കുവാണെങ്കിൽ അവരെല്ലാം കൂട്ടം കൂടിയാണ് വരുന്നത്. പക്ഷെ ഈ പാമ്പ് മാത്രം ഒറ്റയ്ക്കാ വരുന്നത്. അതെന്തുകൊണ്ടാ? നിനക്ക് പാമ്പ് ഒറ്റയ്ക്കൊന്നും സഹിക്കുന്നില്ലല്ലേ? പിന്നെ അതെല്ലാം കൂടെ കൂട്ടത്തോടെ വന്നിട്ട് വേണം എന്റെ നെറുകം തലയ്ക്ക് കൊത്താൻ. അവനെ പിടിച്ചാടാ. ഒരുത്തും കൂട്ടത്തോടെ വരുന്നു. പാമ്പ് എന്തേടാ? എടാ, പാമ്പിനെ പിടിക്കാൻ വന്നിട്ട് നീയാണല്ലോ പാമ്പ്. പോയി പാമ്പിനെ പിടിക്കാൻ നോക്കാം. അങ്ങനെ പറ്റത്തില്ല. അടിച്ച് വിറ്റായിട്ടിരിക്കുന്ന ആളെ കൊണ്ടൊന്നും പാമ്പ് പിടിക്കാൻ സമ്മതിക്കത്തില്ല. നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ടോന്നോ? 40 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പായലായിക്ക് ഞാൻ മണിയറ വാലി തുറന്നപ്പോഴാണ് എന്നോട് ആ ചോദ്യം വന്ന്, നീ ആരാണ്, നിനക്ക് എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന്. അതെന്തോ ഈ പറയുന്നത്? നീലെ രാജമാണിക്യം കാണുന്നു. രാജമാണിക്യം അല്ലെന്ന്, നാഗമാണിക്യം കണ്ടിട്ടുണ്ടോന്ന്? നാഗമാണിക്യം ഞാൻ കണ്ടിട്ടുണ്ടെന്നോ? അമ്മച്ചിയാണ്, ഞാൻ കണ്ടിട്ടില്ലേ. എടാ, നീ പോയി ആ പാമ്പിനെ ഒന്ന് പിടിച്ചോണ്ട് വാ. എന്നാ ഇപ്പൊ തന്നെ പിടിച്ചിട്ട്. ഒട്ടും വിഷമുള്ള പാമ്പാ എന്റെ മോനെ. പാമ്പിന് മാത്രമല്ലടാ വിഷമം, എനിക്ക് ഉണ്ടടാ വിഷമം. എനിക്ക് തായ്ലാൻഡിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അവിടെ പോയി പാമ്പിനെ പിടിക്കണം, പാമ്പിനൂടെ സെൽഫി എടുക്കണം, പാമ്പിന്റെ സുവോളജി പഠിക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ പെണ്ണുമ്പിള്ള സമ്മതിക്കത്തില്ലടേ. ചേച്ചി പേടിച്ചിട്ടായിരിക്കും. എന്നാ പേടി? ഞാൻ അതുവഴി പട്ടായക്ക് പോകുമെന്നുള്ള പേടിയാവത്. എന്റെ പൊന്നു സുഹൃത്തെ, നീ ആ പാമ്പിനെ ഒന്ന് കയറി എടുത്തിട്ട് എന്റെ പൈസ ഒന്ന് എടുത്ത് തരാമോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പാമ്പിനെ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല. നീ പോയി പാമ്പിനെ പിടിച്ചിട്ട്. ഇല്ലാത്ത പാമ്പിനെ എങ്ങനെ പിടിക്കാൻ? പാമ്പോ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പാമ്പിനെ എങ്ങനെ പിടിച്ചിട്ട് വേണം. പറ്റത്തില്ലെന്നാ പറഞ്ഞത്. വള്ളി എടുത്ത് തലേ വെക്കരുത്. വള്ളിയോ? അതല്ല, വള്ളിക്കെട്ടൻ പാമ്പ്. കൊടും വിഷമുള്ള പാമ്പാന്ന്. രണ്ടെണ്ണ അടിച്ചൊന്ന് വെച്ച് ഞാൻ വലിയ പറ്റുന്നുമല്ല. ഇതിനകത്ത് വെള്ളിക്കെട്ടല്ല വള്ളിക്കെട്ടല്ല, ഏത് രാജ വെമ്പാലിയാലും ഞാൻ പിടിക്കൂടാ. ഈ കിടക്കുന്ന പാമ്പിനെ എടുത്ത് മാറ്റിയെങ്കിലേ ഞാൻ എന്റെ പൈസ തരത്തോടാ. എന്റെ ദൈവമേ.